പറയാൻ പോകുന്നത് ദില്ലിയിലെ ചില ചാണകത്തിൽ ചവിട്ടി കഥകൾ. ഈ ചാണകത്തിൽ ചവിട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കർമാനൂസ് പറയുന്നതോ ഉണ്ടാക്കുന്നതോ അല്ല. കർമാനൂസിനെ ചാണകമെന്നും ചാണകത്തിൽ ചവിട്ടിയെന്നും ഒക്കെ വിളിക്കുന്ന ആളുകൾ പറയുന്നത് തന്നെയാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശേഷണം. കർമാനൂസ് കേന്ദ്ര സർക്കാരിന്, മോദിക്ക്, അമിത്ഷായ്ക്ക് ഒക്കെ അനുകൂലമായ ചില വാർത്തകൾ നൽകാറുണ്ട്. അങ്ങനെ വാർത്തകൾ നൽകുമ്പോൾ ചാണകത്തിൽ ചവിട്ടി കുളിച്ചു എന്നൊക്കെയാണ് വിമർശനം. എന്നാൽ ഇതുവരെ കർമാനൂസ് പറഞ്ഞത് ഇതാ പിണറായി വിജയൻ ദില്ലിയിൽ പോയി കൈകൂപ്പിയും കൈപിടിച്ചും നേരിട്ടുമൊക്കെ അമിത്ഷാ, JP നദ്ദ, നിർമ്മല സീതാരാമൻ, ഗഡ്കരി, നരേന്ദ്രമോദി ഇവരോടൊക്കെ സംസാരിക്കുന്നു, ചർച്ചകൾ ചെയ്യുന്നു. രാജ്യത്തിന്റെ, കേരളത്തിന്റെ കാര്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്കിലും ദുഷ്ടലാക്കുകൾ നമ്മൾക്ക്, അതായത് ഈ നമ്മളെന്നാൽ കർമ്മയ്ക്കും പിണറായിക്കും ഇടുന്ന പേരാണ് ചാണകത്തിൽ ചവിട്ടികളെന്നും ചാണകത്തിൽ കുളിച്ചവർ എന്നും. കേരളത്തിന്റെ ഭാവിക്ക് ദില്ലിയിൽ വൻ നീക്കം നടത്തിയ പിണറായി വിജയന് ആശംസകൾ. ഇനി നമുക്ക് ഒത്തുപോകാം. കാരണം ഇത് തന്നെയാണ് കർമ്മയും പറയുന്നത്. രാജ്യം ഭരിക്കുന്നവരെ തെറിയും പറഞ്ഞിരിക്കാതെ അവരെ ബഹുമാനിക്കണം. ഇനി ദില്ലിയിലെ വിഷയങ്ങളിലേക്ക് വരാം. ആളും തരവും നോക്കി കളത്തിലിറങ്ങി കളിക്കുകയാണ് പിണറായി വിജയൻ. ദില്ലിയിൽ മുഖ്യമന്ത്രിയുടെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. അനേകം കേന്ദ്രമന്ത്രിമാരെ മുഖ്യമന്ത്രി കാണുന്നു. ഇന്ന് നരേന്ദ്രമോദിയെയും കാണുന്നു. ഇതിന് ചില രാഷ്ട്രീയ കൗതുകവും പ്രാധാന്യവും ഒക്കെ ഉണ്ട്. കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഒക്കെയായി ഇത്ര അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രി ഇല്ല എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരിയെ കണ്ടു. നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി കേരള തനിമയിലുള്ള മുണ്ടും ഉടുപ്പും ഒക്കെ ആയിരുന്നു ധരിച്ചിരുന്നത് എങ്കിൽ മുഹമ്മദ് റിയാസ് ആളങ്ങ് ചെത്തി വളരെ സുന്ദരനായിട്ടായിരുന്നു എത്തിയത്. ക്രീം നിറത്തിലുള്ള കോട്ടും പാൻസും ഒക്കെ ധരിച്ച് മുഹമ്മദ് റിയാസ് തന്റെ അമ്മായിയപ്പൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. എന്തായാലും ഗഡ്കരിയെ കണ്ടതും ചർച്ചയൊക്കെ കേരളത്തിലെ റോഡ് വികസനത്തിന് ആവശ്യമായ പണം ചോദിക്കാൻ ആയിരിക്കെ ധനമന്ത്രി ബാലഗോപാലിനെ ഒഴിവാക്കി. ഇത് ശ്രദ്ധേയമാവുകയാണ്. അതുകൊണ്ട് തന്നെ വിമർശകർക്ക് ഒരിക്കലും അമ്മായിയപ്പനും മരുമകനും എന്ന ഒരു അടിക്കുറിപ്പ് പോലും ഈ ചിത്രത്തിന് നൽകാനും ഒരു കാരണം അവരായി തന്നെ ഉണ്ടാക്കി. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ച് ചർച്ച നടത്തുകയുണ്ടായി. അവിടെ മന്ത്രി ബാലഗോപാൽ ഉണ്ടായിരുന്നു. വലിയ കുറെ പേജുകൾ തന്നെയുള്ള നിവേദനങ്ങൾ തന്നെ കൈമാറുകയും ചെയ്തു. ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രി BJPയുടെ പവർ പുള്ളറും കേന്ദ്ര സർക്കാരിന്റെ നട്ടലും സംഘപരിവാരത്തിന്റെ ആവേശവും ഒക്കെയായ അമിത്ഷായെ കണ്ടതാണ്. വെറും നിവേദനം നൽകാനല്ല, ഇരുന്ന് ചർച്ച ചെയ്ത് അവരുടെ ചർച്ചയും കൂടിക്കാഴ്ചയും രാഷ്ട്രീയം തന്നെ. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്നും പദ്ധതികളൊന്നും കേരളത്തിന് കിട്ടാനില്ല. മറിച്ച് BJPയുടെ ഏറ്റവും വലിയ ചാണക്യനെ നേരിൽ കാണുമ്പോൾ അവിടെ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരു മൂന്നാം ഭരണത്തിന്റെ സാധ്യതകൾ മണക്കുന്നുവോ എന്നും സംശയം. കാരണം എന്തായാലും BJP അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ സാധ്യതയില്ല. കുറെ സീറ്റുകൾ നേടും എന്നത് ഉറപ്പാണ്. എന്നാൽ ഭരിക്കാൻ വേണ്ട ബലം കിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ വന്നാൽ BJPയുടെ ഏറ്റവും വലിയ ശത്രുവായ കോൺഗ്രസും ലീഗും അധികാരത്തിൽ എത്താതിരിക്കാൻ എല്ലാ നീക്കവും BJP ചെയ്യും. കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശത്രു CPM-ഉം പിണറായി വിജയനും അല്ല. അവർ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിലെ രാഹുലിനേക്കാൾ വലിയ ചങ്ങാതിമാരാണ്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും നമ്പർ 1 ശത്രു കേരളത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് ഇവരാണ്. രാജ്യമാകെ കോൺഗ്രസ് തോറ്റപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അഭയം നൽകി രാഷ്ട്രീയ മരണത്തിൽ നിന്നും രക്ഷിച്ച നാടാണ് കേരളവും കേരളത്തിലെ കോൺഗ്രസും. പിന്നീട് നെഹ്റു കുടുംബത്തെ പ്രിയങ്ക ഗാന്ധിയിലൂടെ തിരികെ എത്തിച്ചതും കേരളമാണ്. ആ കേരളത്തിലെ കോൺഗ്രസ് ഏറെ അപകടകാരിയാണ് എന്ന് നരേന്ദ്രമോദിക്കും BJPക്കും നന്നായി അറിയാം. കർമാന്യൂസ് വസ്തുതകൾ തന്നെയാണ് പറയുന്നത്. ഇത് കേന്ദ്രത്തിലെ BJP രാഷ്ട്രീയമാണ്. മാത്രമല്ല, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് രാജ്യം മുഴുവൻ കോൺഗ്രസിനെ വലിച്ചെറിഞ്ഞ സമയത്ത് കേരളം സ്വീകരിച്ചു. കേരളം വിരിച്ചു നൽകിയ ആ പച്ചപ്പിൽ നിന്നായിരുന്നു പിന്നീട് കോൺഗ്രസ് അധികാരത്തിലും രാജ്യത്തും വലിയ ഭൂരിപക്ഷത്തിൽ തിരികെ വന്നത്. എല്ലാ നിലയിലും നോക്കിയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും അമിത്ഷായ്ക്കും ഭീഷണിയാണ് കേരളത്തിലെ കോൺഗ്രസ്. അപകടം നിറഞ്ഞ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. രാജ്യത്ത് കോൺഗ്രസിനെ വീണ്ടും തിരികെ എത്തിക്കുന്നതിലെ ഏറ്റവും കരുത്തുറ്റ വേരുകൾ കേരളത്തിലാണ്. അതിനാൽ തന്നെ കേരളത്തിൽ തുടർ ഭരണം വേണോ അതോ കോൺഗ്രസ് ഭരിക്കണോ? ഇതിൽ ഏതായിരിക്കും നരേന്ദ്രമോദിയും BJPയും അമിത്ഷായും തിരഞ്ഞെടുക്കുക? ഇതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കേന്ദ്രത്തിൽ ഒരു ശരാശരി BJP നേതാവിനേക്കാൾ സ്വാധീനമുള്ള മുഖ്യമന്ത്രിയാണ്.
എന്തൊക്കെ കേരളത്തിലെ BJP-ക്കാർ പറഞ്ഞാലും എത്ര സമരം ചെയ്താലും കേന്ദ്രത്തിൽ നിന്നുമുള്ള രീതികൾ പച്ചയായി നമ്മൾ കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ നടത്തിയ മറ്റൊരു നിർണായകമായ ചർച്ച BJP പ്രസിഡന്റും കേന്ദ്ര ആരോഗ്യമന്ത്രിയും ആയ JP നദ്ദയുമായാണ്. നദ്ദയുമായും ഇരുന്ന് ഏറെ നേരം സംസാരിച്ചു. ഈ ചിത്രം നോക്കുക. ഇതിൽ ഒരു പ്രൈവസി നമുക്ക് കാണാൻ സാധിക്കും. കാരണം മറ്റ് എല്ലാ മന്ത്രിമാരെ കാണുമ്പോഴും അതാത് വകുപ്പിലുള്ള കേന്ദ്രമന്ത്രിമാരെ കൂട്ടിയിരുന്നു. എന്നാൽ അമിത്ഷായെ കണ്ടപ്പോൾ കൂടെ സ്വന്തം മരുമകനെ പോലും കൂട്ടിയില്ല. ഇനി കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തനിച്ചു മതിയെങ്കിൽ അങ്ങനെ. എന്നാൽ ഇവിടെ JP നദ്ദയെ കണ്ടപ്പോൾ എവിടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി? എവിടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്? എന്തായിരിക്കും വീണയെ മാറ്റി നിർത്തി പിണറായി വിജയൻ തനിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടതിന് പിന്നിൽ? വെറും ഒരു കേന്ദ്രമന്ത്രി അല്ല നദ്ദ, BJP അധ്യക്ഷൻ കൂടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ BJP കേന്ദ്രത്തിലെ അസാമാന്യമായ സ്വാധീനവും നല്ല ബന്ധവും സൗഹൃദവും ഒക്കെയാണ് ഇവിടെയെല്ലാം അച്ചു പതിപ്പിച്ച പോലെ വ്യക്തവും സുതാര്യവുമാകുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നു. നിയമസഭ ചേരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ദില്ലിയിൽ എത്തിയതും ഒരു നീക്കമാണ്. മറ്റെല്ലാ മന്ത്രിമാരെയും നേതാക്കളെയും മാധ്യമ കണ്ണുകളും കേരളത്തിൽ തളച്ചിട്ടു. സ്വസ്ഥമായി പോയി കേന്ദ്ര BJP നേതാക്കളെയും മന്ത്രിമാരെയും BJP അധ്യക്ഷനെയും എല്ലാം കാണാം എന്ന് മുഖ്യമന്ത്രി ധരിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇതെല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു ബന്ധമുള്ള ഒരേ ഒരു നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. കേരളത്തിന്റെ കാര്യങ്ങൾക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറന്നുള്ള നീക്കം നടപ്പാക്കണം. കേരളം ഇങ്ങനെ പോകണം. നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നതും പിച്ചും പേയും പറഞ്ഞ് അപമാനിക്കുന്നതും ഒന്നും ഗുണം ചെയ്യില്ല. എന്തായാലും പിണറായി വിജയൻ ചെയ്തത് വളരെ നല്ല കാര്യങ്ങളാണ്. കേരളത്തിലെ ചുവന്ന നക്ഷത്രങ്ങളൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ ഈ കാണുന്ന ചുവപ്പിന്റെ മൂർച്ചയും തെറിവിളിയും ഒന്നും ദില്ലിയിൽ നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒന്നും പിണറായി വിജയനില്ല. അവർ അവിടെ നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നദ്ദയുമായും ഭായിമാരാണ്. നിതിൻ ഗഡ്കരിയുമായി കുടുംബ സൗഹൃദ ബന്ധമാണ്. കേരളത്തിൽ ഗഡ്കരി വന്ന കുടുംബമായി പിണറായിയുടെ വീട്ടിലെത്തി കമലം ഉണ്ടാക്കുന്ന ചോറും കറിയും കഴിക്കാതെ പോകില്ല. അത്രമാത്രമാണ് ബന്ധങ്ങളുടെ ആഴം. കേരളത്തിലെ സൈബർ സഖാക്കളോടൊന്ന് ചോദിക്കട്ടെ, നമ്മളിങ്ങനെ തെറിവിളിയും മറ്റുമായി പോയാൽ മതിയോ? കർമാന്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ. രാജ്യം ഭരിക്കുന്നവരെ ബഹുമാനിക്കുക, ആദരിക്കുക. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത് തന്നെ വേണം. പ്രിയ സൈബർ ചുവപ്പന്മാരെ, നിങ്ങൾ ഇങ്ങനെ ചീത്തയും പറഞ്ഞിരുന്നാൽ അങ്ങ് ദില്ലിയിൽ നടക്കുന്നതെല്ലാം വേറെ ലെവൽ കാര്യങ്ങളാണ്. കർമ്മയെ ചാണകമെന്നും കാവിയെന്നും സംഖ്യയെന്നും ഒക്കെ ആയിരക്കണക്കിന് വിളികൾ വരുന്നു. നോക്കുക പിണറായി വിജയനെ. അദ്ദേഹത്തിന് ഈ നിങ്ങൾ സൈബർ സഖാക്കൾ പറയുന്ന കാവിയിലൂടെ നടന്ന ചാണകത്തിൽ ചവിട്ടി മാത്രമേ കേന്ദ്ര BJP നേതാക്കളുടെ അടുത്തെത്താനാകൂ, ഈ ആത്മബന്ധം സ്ഥാപിക്കാനാകൂ. ഇത് വെറും ഒരു മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ ബന്ധം അല്ല. കുടുംബ സുഹൃത്തുക്കൾ, നദ്ദയുമായി ആത്മബന്ധം, മോദിയുമായി മൈ ഫ്രണ്ട് ബന്ധം ഒക്കെയാണ്. ഒരു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ പോലും എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് മുന്നണിക്ക് എന്തുകൊണ്ട് അധികാരം കിട്ടാതിരുന്നു എന്നും കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ആരായിരുന്നു എന്നും ഇവിടെ സഖാക്കൾ സ്വയം ചോദിക്കണം. പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുമ്പോൾ സൈബർ സഖാക്കൾ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നത് പോലെ ആകരുത്. നമ്മൾ ഒന്നിച്ച് നീങ്ങേണ്ടവരാണ് എന്ന സന്ദേശമാണ് പിണറായി വിജയൻ നൽകുന്നത്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മൂന്നാം തവണയും അകറ്റി നിർത്തുക. കേരളത്തിന്റെ ഇങ്ങനെ പോകുന്ന ആ വൻ പുരോഗതി അത് തുടർന്നും കൊണ്ടുപോവുക. ഇതൊക്കെ പിണറായി വിജയൻ നൽകുന്ന സന്ദേശമാണ്. മാത്രമല്ല ഇതൊന്നും മൂപ്പർക്ക് നേരിട്ട് പറയാനാകില്ല. അതിനാൽ തന്നെയാണ് ഇതൊക്കെ ഞങ്ങളെപ്പോലെ ഉള്ളവർ വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കുക. പിണറായി വിജയൻ സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്ത ഈ ചിത്രങ്ങൾ പിണറായി വിജയന്റെ നയം വ്യക്തമാക്കലാണ്. ചിത്രങ്ങൾ രാഷ്ട്രീയം പറയുകയാണ്. കേരളത്തിന്റെ മാറ്റത്തിന്റെ രാഷ്ട്രീയം. മൂന്നാമതും ഊഴം കാക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയം അരക്കിട്ട് ഉറപ്പിക്കുന്ന ചിത്രങ്ങളാണിത്. ഇത് കോൺഗ്രസുകാരും മനസ്സിലാക്കുക. ലാവ്ലിൻ കേസിൽ CBI ഇരിക്കുന്ന അടയിരിപ്പിൽ ഇപ്പോൾ എത്ര മുട്ടകൾ വിരിഞ്ഞു വളർന്ന് പിണറായിക്ക് അനുകൂലമായി. വിമാനത്താവളത്തിൽ സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്തിൽ പിണറായിയുടെ ഇടവും വലവും നിന്നവർ ജയിലിൽ കിടന്നപ്പോൾ പിണറായി വിജയന്റെ രോമത്തിൽ തൊട്ടില്ല. ഡോളർ കടത്ത് കേസിൽ തെളിവുകൾ വന്നിട്ടും പിണറായിയെ തൊട്ടിട്ടില്ല. ലൈഫ് മിഷൻ പച്ചക്കഴിമതി കഥകൾ വന്നിട്ടും പിണറായി അജയ്യനായിരുന്നു. ഇതൊക്കെ പിണറായിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് അന്തം വിട്ട് ചോദിക്കുന്നവരോട്
ഇതൊക്കെ സാധിക്കാൻ വൻ സ്വാധീനമുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ഒട്ടും ചില്ലറക്കാരനല്ല എന്നും അറിയുക. പിണറായി വിജയൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സ്വാധീനമുള്ള മുഖ്യമന്ത്രിയാണ്, ശക്തനായ നേതാവാണ്. കേരളം എന്ന ഇട്ടാവട്ടം പാവയ്ക്ക രാജ്യത്ത് ഒതുങ്ങുന്ന വെറുമൊരു മുഖ്യമന്ത്രിയല്ല. ദില്ലിയിൽ ആർക്കാണോ പിടി അവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇപ്പോൾ ശബരിമല വിഷയം വന്നു. കേന്ദ്ര ഏജൻസിക്കും CBIക്കും മുറവിളി ഉയർത്തി കേരളത്തിലെ BJPക്കാർ. അവർക്കിട്ട് നല്ല തല്ലുകൊടുത്ത് ഓടിച്ച് പിണറായി പോലീസ്. ക്ഷേത്രകാര്യത്തിൽ വല്ല നയവും നിലപാടും കേന്ദ്ര BJPക്കുണ്ടോ? ഇല്ല. എന്താ കാരണം? ഈ ചിത്രങ്ങൾ കഥ പറയും. മാസപ്പടി കേസിൽ എല്ലാ തെളിവുമുണ്ട്, എന്നിട്ടും മുഖ്യമന്ത്രി സേഫാണ്. കാരണം അദ്ദേഹം കഴിവും സ്വാധീനവും ഉള്ള ആളാണ്. എന്തായാലും പിണറായി വിജയൻ ആള് പുലിയാണ്, ചില്ലറക്കാരനല്ല. ദില്ലിയിൽ ഇന്ന് നരേന്ദ്രമോദിയെ കൂടി കാണുമ്പോൾ എല്ലാം ഒന്നുകൂടി എല്ലാവർക്കും വ്യക്തമാകും. എന്തായാലും കേരളത്തെക്കുറിച്ചും കേരളത്തിന് സഹായം ചോദിക്കാനായിരുന്നു എങ്കിലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ കൂടി മുഖ്യമന്ത്രിയുടെ ഒപ്പം കൂട്ടാമായിരുന്നു. എന്നാൽ അത് വേണ്ട എന്ന് വെച്ചതും പിണറായി വിജയൻ അല്ല, അമിത്ഷായും നദ്ദയും മോദിയും തന്നെയാണ്. മുഖ്യമന്ത്രിയുമായി തനിച്ച് കൂടിക്കാഴ്ച അവരുടെ തീരുമാനം കൂടിയായിരുന്നു. ഇതും കേരളത്തിലെ BJPക്കാരും കോൺഗ്രസുകാരും ചാണകത്തിൽ ചവിട്ടിയിട്ട് കഴുകാൻ മറന്നുപോയ സഖാക്കളും മനസ്സിലാക്കിയാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.